നമ്മുടെ മുരുകവാന് പ്രാർത്ഥിക്കാൻ വരുന്ന ആൾക്കാർ ദേഹത്ത് കൊളുത്തുക, കവളത്ത് കൊളുത്തുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. ഇപ്പൊ കൂടുതൽ സിംഗപ്പൂരൊക്കെയാണ് ഭയങ്കരമായിട്ടുണ്ട്. മലേഷ്യ, ഇന്ത്യയിലൊക്കെ അത് കുറച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് തീരുമാനിച്ചത്? പിന്നെ പദയാത്രയായിട്ട് വരും. വളരെ ദൂരത്തുനിന്ന് പദയാത്രയായിട്ട് ആൾക്കാർ വരും, കാവടിയൊക്കെ എടുത്തിട്ട്. ഇത് രണ്ടൊരു ബന്ധം മുരുകൻ. കതിർഗാമ ക്ഷേത്രം ശ്രീലങ്ക, ജാഫ്നയിൽ പദയാത്ര വരും, പഴനിയിലേക്ക് പദയാത്ര വരും, തിരുച്ചെന്തൂർക്ക് പദയാത്രയായിട്ട് വരും, കാവടിയൊക്കെ എടുത്ത് ഒരു കൂട്ടായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ലോങ് മാർച്ചാണ്, ആർമിയുടെ മാർച്ചാണ്. തങ്ങളുടെ സേനാനായകനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന് പടയാളികൾ അകലേന്ന് വന്ന് അദ്ദേഹത്തിന് വണങ്ങുന്നതിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് തുടക്കിട്ടതാണിത്. നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പോഴും ആർമികളുടെ കാര്യത്തിലും ഒക്കെ ആ ഒരു മാർച്ച് കാണണം, ആ ഒരു സ്റ്റൈല് കാണാം. അതേ സ്റ്റൈൽ തന്നെയാണിത്. അത്ര ദൂരത്തുനിന്ന് തങ്ങളുടെ സേനാനായകന് വരാം. അങ്ങനെ വരുന്ന പടയാളികൾ നിങ്ങൾ ആലോചിക്കേണ്ട, പടയാളികൾ എന്ന് പറയുന്നത് വീരന്മാരാണ്. വീരതയാണ് അവരുടെ അടയാളം. അവർ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഭജന പാടും, ഇല്ലെങ്കിൽ പാട്ടുപാടി ഇരിക്കുന്നുണ്ട്, അവരെന്തൊക്കെ അവരുടെ വീരത പ്രദർശിപ്പിക്കും. അപ്പം അവർ ദേഹത്ത് കുത്തും, കവളത്ത് കുത്തും. തങ്ങളുടെ ശക്തി, എനർജി, വീരത പ്രകടിപ്പിക്കുന്ന ആഘോഷങ്ങളാവും അവരുടെ വരവിലുണ്ടാവുക. അപ്പോൾ എന്താ പറയുക, ആ വീരന്മാർ തങ്ങളുടെ ദളപതിയെ കാണാൻ വരുമ്പോൾ, നേതാവിനെ കാണാൻ വരുമ്പോൾ ആ വീരത പ്രദർശിപ്പിക്കും. അവരുടെ ആ വരവിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അവർ ലോങ് മാർച്ചായിട്ട് വരുന്നു, തങ്ങളുടെ വീരത പ്രദർശിപ്പിക്കുന്നു. ആ ഒരു രീതി വന്നിട്ട് അതിന്ന് വന്നിട്ടുള്ളൊരു സിസ്റ്റമാണ് ഈ കാവടി കൊണ്ടുവരുമ്പോൾ ഈ കവളത്ത് കൂട്ടുക. അന്ന് അങ്ങനെ ആയിരുന്നില്ല, അത് വേറെ രീതിയിലാവും. ആ വീരന്മാർ വരുമ്പോൾ അവരുടെ വീരത പ്രദർശിപ്പിക്കാനുള്ള ചില കുറേ കളികളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും ആ സഞ്ചാരപഥത്തിൽ. അപ്പൊ അവർ ആ രീതിയിലെ കാണിക്കുക, തങ്ങൾ സേനാനായകന്മാരാണെന്ന രീതിയിൽ, വീരന്മാർ പടയാളികളാണെന്നുള്ളത്. അതിൻ്റെ തുടർച്ചയാണ് വന്ന് ഇപ്പോഴും മുരുകനെ കാണുമ്പോൾ പദയാത്രയായിട്ട് വരുന്നു. അതിൽ ഇത്ര കഴുത്തിൽ ഇതിൽ കമ്പി കുത്തണം, അങ്ങനത്തെ സിസ്റ്റമൊക്കെ കാലക്രമേണ മാറി വന്നിട്ടാവും. ആ ഒരു രീതി വരാൻ കാരണം, മുരുകന്റെ അടുത്ത് വരുമ്പോൾ അങ്ങനെ വരാൻ കാരണം ഈ ഒരു കാര്യം കൊണ്ടാണ്. പിന്നെ അത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക, അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് വേറെ. കാരണം കുട്ടികളൊന്നും പടയാളികളല്ല, ചെറിയ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് പടയാളികളൊന്നുമല്ല. നല്ല പടയാളികൾ ചെയ്യേണ്ട കാര്യം പിന്നെ ഒരു ആചാരമായിട്ട് മാറി, അത് മാറി വരുമ്പോൾ ഉണ്ടാവുന്ന ചില ചേഞ്ചസുകളാണ്. പക്ഷെ അതിന്റെ ബേസ് റൂട്ട് കിടക്കുന്നത് തങ്ങളുടെ സേനാനായകനെ കാണാൻ, ദളപതിയെ കാണാൻ വരുന്ന പടയാളികൾ നടത്തുന്ന മാർച്ചിലും അവരുടെ ശക്തി പ്രകടനം.